ഹായ് സഹോദരങ്ങളെ, ഇന്ന് നമുക്കൊരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ? അതിന് ആദ്യം നമുക്കൊരു മുട്ട അടിച്ചെടുക്കാം. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, 3 മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ട ആദ്യം മുട്ട ആംപ്ലേറ്റ് അടിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് തയ്യാറാക്കാം. അപ്പോൾ മുട്ട ഞാൻ ഇതിനകത്തോട്ട് പൊട്ടിച്ചൊഴിക്കാൻ പോവുകയാണ്. മുട്ട കണ്ടല്ലോ, ഞാനിവിടെ പൊട്ടിച്ചെടുത്തു. അതിനകത്ത് ഒരല്പം ഉപ്പും കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, കുരുമുളകും കൂടെ അതിനകത്തോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് നമുക്ക് ആംപ്ലേറ്റ് കണക്ക് അടിച്ചെടുക്കാം. കുരുമുളക് പൊടി, എന്നിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട ഇവിടെ ബീറ്റ് തയ്യാറായി. ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു തുള്ളി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അല്പം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കണം. ബട്ടറാണ് ഇത് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനം. ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരല്പം ബട്ടർ ഇട്ട് കൊടുക്കാം. നല്ല ചൂടായി കിടക്കുകയാണ്. ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തു. നല്ല കൂടുതലാണ്, കുറച്ച് ബട്ടർ ഇട്ടു. ബട്ടർ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ആംപ്ലേറ്റ് മുട്ട ഒഴിച്ച് കൊടുക്കാം. ആംപ്ലേറ്റ് അടിക്കാൻ. കണ്ടോ, ഇതിനകത്ത് വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഉള്ളിയും പച്ചമുളകും ഒന്നും ചേർക്കുന്നില്ല. കണ്ടോ, മുട്ട തയ്യാറാവുന്ന നേരം കൊണ്ട് നമുക്ക് മറ്റുള്ള ചേരുവകൾ ചേർത്തെടുക്കാൻ നോക്കാം. മുട്ട നമ്മൾ തയ്യാറാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കുബൂസാണ്. കണ്ടല്ലോ നിങ്ങൾ, ഒരു കുബൂസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുബൂസ് എടുക്കുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് മയോനീസ്, ഒരു 1/2 ടീസ്പൂൺ മയോനീസ്, നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടുതലും കുറവൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. ഇതിനകത്ത് ആവശ്യത്തിനുള്ള മയോനീസ് ഞാനൊരു 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഒരു കുബൂസുണ്ട്. അപ്പോൾ ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് മയോനീസ്. ഞാൻ ഇവിടെ കുറച്ചാണ് ചേർക്കുന്നത്. എനിക്ക് കുറച്ച് മതി. കണ്ട, മയോനീസ് ഞാൻ ചേർത്തിട്ടുണ്ട്. കണ്ടല്ലോ, മയോനീസ് ഇതിനകത്തോട്ട് കുബൂസിലോട്ട് മയോനീസ് പുരട്ടിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ച് പെട്ടെന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ്, ആരെങ്കിലും വന്ന് അവർക്ക് എന്തെങ്കിലും വിശക്കുന്നു, അപ്പം അങ്ങനെ വന്നാൽ നമുക്കുള്ള വീട്ടിൽ കുബൂസാ ചപ്പാത്തിയാ ഏതായാലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ നിങ്ങളെല്ലാവരും. കുബൂസിനെ ഇവിടെ തയ്യാറാക്കി. അടുത്തത് കണ്ടോ, മുട്ട ഇവിടെ തയ്യാറായി വരുന്നുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മുട്ട ഇതൊന്ന് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മുട്ട തിരിച്ചിട്ട് കൊടുത്ത് മുട്ട തയ്യാറായി കഴിഞ്ഞു. മുട്ട ഞാൻ തീ ഓഫാക്കി. കുബൂസും ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഈ കുബൂസിനകത്തോട്ട് കണ്ടല്ലോ നിങ്ങൾ, ഇത് നോക്കി, ഈ കുബൂസിനകത്തോട്ട് ഒരല്പം സവാള, ഒരു ചെറിയ സവാള എടുത്തിട്ട് അത് ഞാൻ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ഇതിലോട്ട് ഞാൻ ഒന്ന് വെച്ച് കൊടുക്കുന്നു. കണ്ടല്ലോ നിങ്ങൾ, കണ്ടോക്കി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയ ഒരു തക്കാളി എടുത്തിട്ട് അതേപോലെ ഉള്ളി സ്ലൈസ് ആയതുപോലെ ഇതുപോലെ തിന്നായിട്ട് സൈസാക്കിയിട്ട് ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. കണ്ടല്ലോ നിങ്ങൾ, വെച്ച് കൊടുത്തല്ലോ. ഇനി നിങ്ങളതിൽ ഉണ്ടെങ്കിൽ എടുത്താൽ അത് ലെയ്ത്തൂസാണ്. ലെയ്ത്തൂസ് ഒരു ചെറിയ പീസ് എടുത്തതാണ് ഞാൻ. ഒരു ചെറിയ പീസ് എടുത്തിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ ഇതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണ് ഉണ്ടെങ്കിൽ, ഇത് ലെയ്ത്തൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ഉള്ളിയും തക്കാളിയും മാത്രമായാലും മതി, കുഴപ്പമില്ല. നോക്കി, അത് ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. കണ്ടല്ലോ നിങ്ങൾ. ഇനി നമുക്ക് ഈ മുട്ട ഇതിലോട്ടൊന്നങ്ങോട്ട് തട്ടി കൊടുക്കാം. കണ്ടല്ലോ, നോക്കിക്കാണി, ഈ മുട്ട ഞാൻ ഇതിലോട്ടങ്ങ് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇത് മയോനീസാണ്. ഇതിൻ്റെ മുട്ടയുടെ മുകളിലോട്ട് ഇതിങ്ങനെ കുറച്ച് മയോനീസ് ഇതിലോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ നിങ്ങൾ, കുറച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള മയോനീസ് ബ്രെഡിലും പുരട്ടി കൊടുക്കണം, മുട്ടയുടെ മുകളിലും വീട്ടി കൊടുക്കണം. ഇത് നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം. ഇതുപോലെ നമുക്ക് ഏത് വശവും നമുക്ക് ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ഇത് വെച്ചിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് ചുരുട്ടിയെടുക്കാം. കണ്ടല്ലോ നിങ്ങൾ, ഇതുപോലെ ഷവർമ ചുരുട്ടും പോലെ ഇത് ചുരുട്ടിയെടുക്കണം. ഇത് ഞാൻ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ചുരുട്ടിയെടുത്തിട്ട് ഇത് നമുക്കൊന്ന് കട്ടാക്കി എടുക്കണം. നമുക്കിത് ചെറിയ പീസായിട്ട് നമുക്ക് ഒരാളിന് കഴിക്കാൻ പറ്റുന്ന കണക്കിന് കട്ടാക്കി എടുക്കാം.
കട്ടാക്കി ഈ പ്ലേറ്റിലോട്ട് നമുക്കൊന്ന് സെർവ് ചെയ്ത് വെച്ച് കൊടുക്കാം. നോക്കി സൺഡേ കുബൂസ് ഞാനിവിടെ കട്ടാക്കിയിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമുക്ക് ഒരു കുക്കുംബറും ഒരു ക്യാരറ്റും കൂടെ വേണം. നമുക്കതിൽ 4 സൈഡും കുറച്ച് ഡിസൈൻ ചെയ്ത് ഒന്ന് വെച്ച് കൊടുക്കാം. അത് ഒന്ന് കട്ടാക്കി എടുക്കാം. നമുക്കൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ക്രോസ് ആക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ നോക്കിക്കേ, കുക്കുംബർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലോട്ട് നമുക്കിത് ഒരു ഡിസൈൻ ചെയ്ത് ഇതിലോട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ടല്ലോ, ഒരു കഷ്ണം കുക്കുംബറും ഒരു കഷ്ണം ക്യാരറ്റും ഇങ്ങനെ ഡിസൈൻ ചെയ്ത് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇത് ഒരാളെ ബ്രേക്ക്ഫാസ്റ്റ്, ഇത് കുശാലായിട്ട് ഒരാളെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയുടെ ആവശ്യമുള്ളൂ. ഇത് മാത്രം മതി ഒരാൾക്ക് നല്ല സുലഭമായിട്ട് ഒരാൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് മാത്രം മതി.